ചേതന FM 90.8 എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും ഇന്നത്തെ ഫേസ് ടു ഫേസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ അതിഥി ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ കാത്തിരിപ്പുണ്ടാകും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു ചെറിയ ക്ലൂ എന്തായാലും കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ അതിഥി ആരാണെന്നുള്ളത്. അപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നീണ്ട ലിസ്റ്റൊക്കെ ഇങ്ങനെ കൊടുക്കേണ്ടി വരും. പക്ഷേ അങ്ങനെ ലിസ്റ്റ് വായിക്കുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു നമുക്ക് ആദ്യമേ ഇങ്ങ് സ്വാഗതം ചെയ്യാം. വെൽക്കം ടു ഫേസ് ടു ഫേസ്. താങ്ക് യു. ആരാണ്? ഞാൻ റോഷിൻ എ റഹ്മാൻ. അപ്പോൾ അധ്യാപകനാണ്, അതെ, ചെറിയ സിനിമാ പ്രവർത്തകനാണ്, ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. പിന്നെ ഹിപ്നോട്ടിസ്റ്റ് ആണ്, ചെറിയ രീതിയിൽ മെന്റലിസം ചെയ്യും, ഇതൊക്കെ തന്നെ. ഇതൊക്കെ തന്നെ. അപ്പൊ ഇത് ഇത്രയും എനിക്ക് തോന്നുന്നു ചെറിയ രീതിയിലങ്ങ് കുഞ്ഞായിട്ട് പറഞ്ഞങ്ങ് നിർത്തി. അതെ, പക്ഷെ ആളൊരു ജഗജില്ലിയാണ്. എന്താ പറയാ, എനിക്ക് വയ്യ, എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, പിന്നെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, അങ്ങനെ അങ്ങനെ കുറെ റെക്കോർഡ്സ് ഒക്കെ കയ്യിലുണ്ട്. അപ്പം സാധാരണ ഒരു ഇൻട്രോ പറയുമ്പോൾ നമ്മളെല്ലാവരും വെൽക്കം ചെയ്തിട്ട് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് റോഷനാണ്, വെൽക്കം എന്നൊക്കെ പറയും. പക്ഷെ ഇന്ന് എനിക്ക് തോന്നി സ്വന്തമായിട്ടൊന്ന് പരിചയപ്പെടുത്തുന്നതായിരിക്കും നല്ലത്. അതായിരിക്കും നല്ലത് അല്ലേ? നമുക്കല്ലേ നമ്മളെ കുറിച്ച് ഏറ്റവും കൂടുതൽ അതെ നന്നായിട്ട് അതെ അറിയുന്നത്. നമ്മൾ പാവമാണ് ശരിക്കും. അല്ല, ഒരു അല്ലല്ലോ. മനുഷ്യനും പാവമല്ലല്ലോ. ഒരു മനുഷ്യനും പാവല്ല സാഹചര്യങ്ങളാണ് പാവമാണോ വില്ലനാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. എന്തായാലും റോഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഒരു 8 എന്ന മൂവി ഡയറക്ടർ കൂടിയാണ്. 8 എന്ന മൂവിയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ഈ അടുത്ത സമയത്തുണ്ട്. കാരണം നമ്മുടെ നാട്ടിലെ കുറേയേറെ നല്ല ചെറുപ്പക്കാർക്ക് കുറേ പുതിയ അവസരങ്ങൾ കൊടുത്ത്, അതെ അഭിനയിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കുറേ അവസരം കൊടുത്ത് അടിപൊളിയായിട്ട് നിർമ്മാണം പൂർത്തിയാക്കിയ ഒരു ക്രൈം ത്രില്ലർ അല്ലേ? അതെ സോ എന്തായാലും ഒന്നുകൂടി ഞാൻ വെൽക്കം ചെയ്യുന്നു ഫേസ് ടു ഫേസിലേക്ക്. നമ്മുടെ താങ്ക് യു. കൂടെയുള്ളത് റോഷൻ എ റഹ്മാൻ അല്ലേ? താങ്ക് യു. എന്തൊക്കെയുണ്ട്, സുഖാണോ? വിശേഷങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു, ചോദിക്കട്ടെ. വളരെ നന്നായിട്ട് പോകുന്നു. അധ്യാപന ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? അധ്യാപന ജീവിതം പഠിച്ചിറങ്ങിയ നാളെ പോലെ തുടങ്ങിയതാണ്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തുടങ്ങി, ഇപ്പോഴും നന്നായിട്ട് തന്നെ പോകുന്നു. കുറേയധികം ശരിക്കും സ്റ്റുഡൻസിനെ കിട്ടി. അതെ, ഒരുപാട് കുട്ടികളെ എന്താ പറയാ പഠിക്കാൻ കഴിയുന്നുണ്ടല്ലേ? ഉണ്ട്, ഒരുപാട് കുട്ടികളെയും രക്ഷകർത്താക്കളെയും പഠിക്കാൻ പറ്റും. പഠിക്കാൻ പറ്റുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കുട്ടികളെയൊക്കെ അവൻ തല്ലിപ്പൊളി, അല്ലെങ്കിൽ അവൻ ഇങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണെന്ന് കുട്ടികളൊക്കെ ഇപ്പോഴത്തെ ഭയങ്കര കാലഘട്ടം മോശമായി പോകുന്നു എന്ന് നമ്മൾ പൊതുവെ എല്ലാവരും പറയുന്ന ഒരു അഭിപ്രായം. ഒരു അധ്യാപകൻ എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത്? കാലഘട്ടം എന്നും മോശം തന്നെ. ഉം. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ വെളിയിൽ വരുന്നു. അതെ, അതിനപ്പുറത്തേക്ക് ഉം. പണ്ടും ഇതൊക്കെ തന്നെയാണ്. ഇതൊക്കെ ഇപ്പൊ തന്നെയായിരുന്നു. ഈ ജെൻസി കുട്ടികളെ മാത്രമായിട്ട് കുറ്റം പറയാനൊന്നും പറ്റൂല. പറ്റൂല. എന്ന കുട്ടി എല്ലാ കാലത്തും ഇപ്പൊ ഉം, നമ്മളിപ്പം വീട്ടിൽ മുതിർന്നവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ, ഉം, പണ്ട് ഞാൻ അങ്ങനെ ആയിരുന്നു, പറങ്കാവിന്റെ കൊണ്ടൊക്കെ കയറി ഉം, നടന്നത്, സ്കൂളിൽ പോയിരുന്നില്ല. ഉം. അതേ കാര്യം തന്നെ ഇന്ന് പിള്ളേർ വീട്ടിൽ മൊബൈൽ കളിച്ചോണ്ടിരിക്കും. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ, അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകുന്നു, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അന്ന് സംഭവിച്ചാൽ ഇന്നും സംഭവിക്കുന്നു. ഉം, പിന്നെ എപ്പോഴും എല്ലാ തലമുറയ്ക്കുള്ള ഒരു പ്രത്യേകത, ഉം, നമ്മുടെ ജനറേഷൻ ഒഴികെ ബാക്കി എല്ലാം മോശം. ഉം. അതെല്ലാ തലമുറയ്ക്കും ഉള്ളതാണ്. ഉം, ഇനി ഇപ്പൊ ഈ ജെൻസി പിള്ളേർ ഉം, ഭാവിയിൽ പറയുന്നതും അത് ഉം. തന്നെ ആയിരിക്കും. അത് തന്നെയായിരിക്കും. ഈ മനസ്സ് വായിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നു, ശരിക്കും ഉള്ളതാണോ? വെറുതെയാണ്, വെറുതെയാണല്ലേ? എല്ലാം ഒരു ട്രിക്കാണ്. ട്രിക്കാണ്. അങ്ങനെയെങ്കിൽ ഇപ്പൊ എന്റെ മനസ്സ് ഹിപ്നോട്ടിസം ഒരിക്കലും ഒരു ട്രിക്ക് അല്ല, ഉം, ഒരു റിയാലിറ്റിയാണ്. ഓക്കെ, ഈ മനസ്സ് വായിക്കുക എന്ന് പറയുന്നത് മെന്റലിസത്തിന്റെ ഒരു ഭാഗമാണ്. മെന്റലിസത്തിന്റെ മെന്റലിസം എന്ന് ഭാഗമാണ്. പറയുന്നത് ഒരു മാജിക്കിന്റെ ഒരു ഉം. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ഫോം ആണ്. ഈ അങ്ങനെയെങ്കിൽ ഞാൻ ഇപ്പൊ എന്റെ മനസ്സൊന്ന് വായിക്കാമെന്ന് ചോദിക്കാം, അപ്പൊ ഒരിക്കലും നടക്കത്തില്ല. പറ്റില്ല, പറ്റില്ല. അപ്പൊ ആ ഒരു ശ്രമം ഞാൻ ഉപേക്ഷിക്കുന്ന ആ, അല്ലേ? വേണം. പിന്നെ അതിന് കുറച്ച് ഈ പറഞ്ഞ പോലെ ഉം, കുറച്ച് ട്രിക്സ് ഉണ്ട്. ഉം. നമ്മള് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ ഒരു ഫോഴ്സിങ് പരിപാടിയൊക്കെ ഉണ്ട്. ഓക്കെ. അല്ലാതെ ഉം, ഒരിക്കലും മുന്നിൽ നിൽക്കുന്ന ഒരാളുടെ മനസ്സിൽ എന്താണെന്ന് വായിക്കാൻ ഉം. ഇതുവരെ ശാസ്ത്രം വളർന്നിട്ടില്ല. കാരണം നമ്മളിപ്പോൾ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയ ത്രൂ ഉം, ഒരുപാട് എനിക്ക് മെന്റലിസ്റ്റുകൾ ധാരാളം വരുന്നുണ്ട്. ഉം, അപ്പോൾ അവരെല്ലാം നമ്മുടെ ലൈവായിട്ടിരുന്നാണ് മനസ്സ് വായിക്കുന്നത്. ആ, നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എന്താണ് ആ, ചിന്തിക്കുന്നത് പറയാം. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കും ക്യൂരിയോസിറ്റി, ചിലപ്പം ശരിക്കും മനസ്സ് ആ, വായിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് അല്ലെങ്കിൽ ഒരു ആ. സംശയം നമുക്ക് പെട്ടെന്ന് വരും. ഓക്കെ, അതെല്ലാവരും കുറെ പേര് എൻ്റെ ചോദിച്ചിട്ടുള്ള ഉം, കാര്യമാണ്. ഇതിലെല്ലാം പ്രീ ഷോ എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് ഉം, ഉം, വീഡിയോയിൽ വരുന്നതിന് മുൻപായിട്ട് ഉം, കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ഉം, അതൊരിക്കലും ഉം. ഞാൻ റിവീൽ ചെയ്യില്ല, കാരണം അത് ഓക്കെ, ശരിയല്ല. ശരിയല്ല. അപ്പോൾ ആ പ്രീ ഉം, ഷോയുടെ ബേസിസിലാണ് ഉം. പിന്നീട് ഇത് വീഡിയോ ബാക്കി വരുന്നത്. എന്ന് കാര്യങ്ങളിലോട്ട് വെച്ചാൽ നമ്മൾ പോകും. കള്ളത്തരമല്ല അത്, ഉം, ഉം, പക്ഷെ പ്രീ ഷോയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഉം. ഇത് പഠിച്ചിരിക്കുന്ന ആളുകൾ ചെയ്യും. അതാണ് ഈ പിന്നീട് മെനൽസ്. കാണുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. ആ, അതിന് മുൻപായിട്ട് ഒത്തിരി എഫേർട്ട് എടുത്ത് ഒത്തിരി കഷ്ടപ്പെട്ട് ചിലപ്പോൾ കുറേ നാളത്തെ ഒരു എഫേർട്ട് ആയിരിക്കും ഉം. 8 എന്ന മൂവി. അതെ അതെ. എന്താണ് ആ മൂവിയെ കുറിച്ച് പറയാനുള്ളത്? മൂവിയെക്കുറിച്ച് ഞാനൊരു ക്രൈം ത്രില്ലർ എന്നുള്ളതിനുപരി ഉം, നമ്മുടെ ഈ സമൂഹത്തിൽ ഈ പൊക്കം കുറഞ്ഞ ആളുകൾ ഉം, അനുഭവിക്കുന്ന ഉം, കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഉം, അതിൽ തന്നെ അഭിനയിച്ചിരിക്കുന്ന കുട്ടി ഉം, അതുമായിട്ട് അതിൻ്റെ കുട്ടിയുടെ വീട്ടിൽ ചെന്ന്, എൻ്റെ ക്ലാസ്മേറ്റ് ആണ് ആള്, ഉം, ശാരിക എന്നാണ് പേര്. ഉം, അപ്പോൾ ആ ഉം, കുട്ടിയുടെ വീട്ടിൽ ചെന്ന് സംസാരിച്ചപ്പോൾ ഉം. കുറേയധികം കാര്യങ്ങൾ കേട്ടു. ഓക്കെ. അപ്പോൾ നമുക്ക് മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഉം, തോന്നുന്ന ഉം, ഉം, കുറേ കാര്യങ്ങൾ കേട്ടു. ഉം. അപ്പോൾ ആ ഒരു വിഷയം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഇന്റൻഷനോട് കൂടിയാണ് ആ ആ സിനിമ ഒരു എടുത്തത്. സിനിമ ഇപ്പൊ ശരിക്കും കുറെ റീലായിട്ട് അത് പോകുന്നുണ്ട്. അതാണ് ഉം, ഇപ്പൊ ഉം, ഉം. സിനിമ ഇറങ്ങിയ സമയത്ത് വലുതായിട്ട് അത് പോയില്ലെങ്കിലും പോയില്ലേ? ഇപ്പൊ പോകുന്നുണ്ട്. ഭയങ്കര സന്തോഷം. ഈ പറഞ്ഞതുപോലെ ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്ന് എപ്പോഴാണ് ഇങ്ങനെ ഒരു ചിന്ത വന്നത്? ചിന്ത ചെറുപ്പം മുതലേ സിനിമ എന്ന് പറയുന്നൊരു ആഗ്രഹമാണ്. ഉം, ഉം,
വളരെ ചെറുപ്പം മുതലേ എൻ്റെ ഇതിനെ പടം പ്രൊഡ്യൂസ് ചെയ്ത ആളും ഞാനും ക്ലാസ്മേറ്റ്സ് ആണ്. ഞങ്ങൾ രണ്ടും പണ്ടേ സിനിമ അന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഒന്നും ആയിട്ടില്ല. അന്ന് ലൈബ്രറിയിൽ നിന്ന് എടുക്കുന്ന പുസ്തകങ്ങളൊക്കെ സിനിമയായിട്ട് ബന്ധപ്പെട്ടൊന്നും ഈ പറഞ്ഞ പോലെ സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട ഹിപ്നോട്ടിസം ആയിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ ഈ രണ്ട് മേഖലയിൽ യാദൃശ്ചികമായിട്ട് പിന്നീട് എത്തി എന്നുള്ളത് വളരെ ഭാഗ്യമാണ്. അപ്പൊ അന്ന് പിന്നെ സ്ക്രിപ്റ്റുകളൊക്കെ പഴയ സിനിമകളുടെയൊക്കെ സ്ക്രിപ്റ്റ് വരുന്നത് എടുത്തു വെച്ച് വായിക്കുമായിരുന്നു. അങ്ങനെ അതുമായിട്ട് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആയി. ഒരു വലിയ കൂട്ടായ്മ തന്നെ ഇതിൽ പ്രവർത്തിച്ചു. തീർച്ചയായിട്ടും കൂട്ടായ്മ ഇല്ല നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. ശരിക്കും ഫ്രണ്ട്സ് ആണോ? അതെ ഫ്രണ്ട്സ് ആണ്, ഫ്രണ്ട് സർക്കിൾ ആണ്. പിന്നെ വന്നവരങ്ങ് ഫ്രണ്ട്സ് ആയി മാറി. അതാണ് സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ എപ്പോഴാണ് സാധാരണ നമ്മളെല്ലാവരും ഒരു പടം ഡയറക്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ വമ്പൻ ഹിറ്റ് ആവണം, കുറച്ച് നല്ല ഹൈലൈറ്റ് നിൽക്കുന്ന ആർട്ടിസ്റ്റുകളെ കൊണ്ടൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള മൈൻഡായിരിക്കും നമുക്ക് പെട്ടെന്ന് വരുന്നത്. പക്ഷെ അതിലെല്ലാത്തിലും ഉപരി എനിക്ക് തോന്നുന്നു റോഷൻ്റെ ആ ഒരു 8 എന്ന മൂവിയിൽ കുറേ പുതുമുഖങ്ങളെത്തി. അവരെല്ലാം ശരിക്കും നല്ല കാലിബറുള്ള അഭിനേതാക്കൾ തന്നെയായിരുന്നു. ഇവരെയൊക്കെ എങ്ങനെയാണ് സെലക്ട് ചെയ്തത്? എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഈ സിനിമ എഴുതുമ്പോൾ തന്നെ നായകൻ നായിക കോൺസെപ്റ്റ് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. ഇതിനകത്ത് ശ്രദ്ധിച്ചറിയാം നായകൻ നായിക ഇല്ല. എന്നാൽ എവിടെയൊക്കെയോ ഓരോ മൊമെന്റിലും ചിലർ പ്രൊജക്ട് ചെയ്ത് വരുന്നുണ്ട്, ചിലർ കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ അന്ന് തന്നെ അടുത്താണ് ഈ എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റുകളെ വെച്ച് ചെയ്യുക എന്നതിലുപരി ഇപ്പൊ നമ്മള് ഫ്രഷറാണ്. അപ്പൊ ഏതൊരു കമ്പനിയിൽ ഇന്റർവ്യൂ ചെയ്താലും ഈ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. എക്സ്പീരിയൻസ് കൊടുക്കാൻ ആരെങ്കിലും വേണം. അങ്ങനെ ഒരു ഇതിൽ വെച്ചിട്ടാണ് ഞാൻ പുതിയ ആളുകളെ വെച്ചിട്ട് കാസ്റ്റിംഗ് കോൾ ഇട്ടിരുന്നു. പിന്നെ ബന്ധങ്ങളൊക്കെ വെച്ചിട്ട് വന്നതാണ് കൂടുതൽ ആളുകൾ. എന്തായാലും അതിന്റെ ആ ഒരു ചിത്രം കണ്ടിറങ്ങിയ ഒരാൾ പോലും മോശം പറഞ്ഞിട്ടില്ല. വളരെ നല്ല റിവ്യൂ ആണ്, നല്ല അഭിപ്രായമാണ്. കാരണം പറയാതെ പറയുന്ന കുറെ കഥകൾ ആ മൂവിയിലുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ റെക്കോർഡ്സ് ഒക്കെ വാരി കൂട്ടിയിട്ടുണ്ട്. റെക്കോർഡ്സിനെ കുറിച്ച് എന്താണ് പറയുന്നത്? എന്നാലും നമ്മൾ പൊതുവെ പറഞ്ഞു വരുമ്പോൾ പെട്ടെന്ന് ആ റെക്കോർഡ്സിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ഫാൻസി പെന്നിന്റെ കളക്ഷൻ ആണ്. ഫാൻസി പെൻ മീൻസ് ലിപ്സ്റ്റിക് പോലെ ഇരിക്കുന്ന പേന, കണ്ണാടി പോലെ ഇരിക്കുന്ന പേന, ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പേനയുടെ. അതെനിക്ക് 2011 സമയം തൊട്ട് ഞാൻ കളക്ട് ചെയ്യാൻ തുടങ്ങി. അന്ന് എന്റെ സ്റ്റുഡന്റ് കൊണ്ടുവന്നിട്ട് ഒരു ലിപ്സ്റ്റിക്കിന്റെ ഷേപ്പിലുള്ള പേന കൊണ്ടുവന്നു. അതിൽ നിന്നൊരു കൗതുകത്തിലാണ് ഇപ്പൊ 500 മുകളിൽ ഉണ്ട്. പലയിടത്തുനിന്ന് പല രാജ്യങ്ങളിൽ നിന്ന് വന്ന് ഇപ്പം സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം എനിക്ക് ഈ ഒരു വട്ടമുള്ളത്. അപ്പൊ പുറത്തുനിന്നൊക്കെ വരുന്നവർ കൊണ്ടുവരും. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കറങ്ങാൻ പുറത്തൊക്കെ പോവാണെങ്കിൽ അവിടെ കളക്ട് ചെയ്യാറുണ്ട്. പിന്നെ നാട്ടിൽ എവിടെ ഫെസ്റ്റ് വന്നാലും നമുക്ക് എത്തിപ്പെടാവുന്നതാണെങ്കിൽ പോയി വാങ്ങിക്കും. അങ്ങനെയാണ് റെക്കോർഡ്സ് കിട്ടിയത്. എന്തായാലും അതൊരു സന്തോഷം. കാരണം വെറൈറ്റി ആയിട്ടുള്ള ഒരു എന്താ ഹോബി എന്ന് വേണമെങ്കിൽ പറയാം. ഹോബി തുടങ്ങിയപ്പോ വിചാരിച്ചിരുന്നു എപ്പോഴെങ്കിലും ഇങ്ങനെ റെക്കോർഡ്സ്? ഇല്ല, റെക്കോർഡിന് വേണ്ടിയിട്ടല്ല, നമ്മൾ വെറുതെ കളക്ട് ചെയ്തു. അപ്പം ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു ഇത്രയും ആയില്ലേ റെക്കോർഡിന് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ്. എന്തായാലും അത് നമുക്ക് കാണാം. ഒപ്പം തന്നെ അടുത്തൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ എനിക്കറിയാം നമ്മൾക്ക് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഇത്രയേറെ ഇൻഫ്ലുവൻസ് ആയിട്ട് നിൽക്കുന്ന ഓരോ കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും എല്ലാവർക്കും സോഷ്യൽ മീഡിയ എല്ലാം അത്രയും ഇൻഫ്ലുവൻസ് ആണ്. അപ്പോൾ അതിലൂടെ ഇപ്പോൾ ഞാനും കണ്ടായിരുന്നു റോഷൻ്റെ കുറേയേറെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ത്രൂ ഇടുന്ന റീൽസൊക്കെ. അതിലെല്ലാം പറയുന്നത് പച്ചയായ സത്യങ്ങൾ വിളിച്ചു പറയാൻ ഒരു മടിയില്ല, വിമർശനങ്ങൾ ഏറ്റുവാങ്ങാൻ. അതിനെക്കുറിച്ച് പറയാനാണ്. നമ്മള് എപ്പോഴും നമുക്ക് പറയാനുള്ളത് പറയണം. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ മറ്റാരും പറയില്ല. തീർച്ചയായിട്ടും. അപ്പം നമ്മൾ പറയുന്ന വിചാരിച്ച് വേറെ ആരും പറയുകയോ പറയാതിരിക്കോ അത് നിർബന്ധമില്ല. പക്ഷെ നമുക്ക് പറയാനുള്ളത് നമ്മൾ പറയണം. നമുക്ക് പകരം വേറെ ആരും പറയാൻ വരത്തില്ല. അപ്പൊ ഒരു വിഷയത്തിൽ നമുക്ക് തോന്നുകയാണ് ഇന്ന കാര്യം സംഭവിച്ചാൽ ശരിയായില്ല, വിമർശനങ്ങളുമായി നമ്മളത് പറയാതിരുന്നു കഴിഞ്ഞാൽ വിപ്ലവങ്ങൾ ഉണ്ടാവില്ലായിരുന്നു, അല്ലെങ്കിൽ മാറ്റങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ലായിരുന്നു. നമുക്ക് എന്ത് പറയാണ്ടോ അത് പറയുക. വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ അഭിപ്രായമല്ലേ, അപ്പൊ അവരത് പറയണം. നമുക്ക് ഉൾക്കൊള്ളാവുന്നതാണെങ്കിൽ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം ആണെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളും, ഡിസ്ട്രക്റ്റീവ് ആണെങ്കിൽ ലീവ് ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്. ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നു. അതിലുപരി ഇപ്പോൾ ഒരു ബോൺസായി എന്നൊരു കൃതി അതിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് എനിക്ക് തോന്നുന്നു ഒരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ട് എഴുതും. കൊച്ചിലേക്ക് എഴുതുമായിരുന്നു. അത് നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ അമച്വർ ആയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ 10 കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് കൂടുതൽ സമയം കിട്ടും. അപ്പൊ അങ്ങനെ എഴുതി ഒരു സംഭവിച്ചു പോകുന്നല്ലേ, ആഗ്രഹമല്ലേ, ജീവിതം ഒന്നല്ലേ ഉള്ളൂ. അപ്പോ അങ്ങനെ ഒരു 50 എണ്ണമൊക്കെ ഒരു ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. കണ്ടാൽ കൊള്ളാവുന്ന തോന്നിയ 50 എണ്ണം ഫ്രണ്ട്സിന്റെ ഒക്കെ ഹെൽപ്പോട് കൂടി ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യില്ലായിരുന്നു. ഞാൻ വേറെ എഴുതി വെക്കില്ലായിരുന്നു. അപ്പൊ എന്റെ ട്രിവാൻഡ്രത്തുള്ള ഒരു 5-3 ഫ്രണ്ട് ഉണ്ട്. പുള്ളിക്കാരി എല്ലാം സെലക്ട് ചെയ്തൊക്കെ തന്നിട്ട് പബ്ലിഷ് ചെയ്തു. അത്രേ ഉള്ളൂ. എന്തായാലും അതൊരു ചെറിയൊരു പറഞ്ഞ പോലെ വളരെ അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ കരുതുന്നു. കാരണം നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതെ, ഒരുപാട് പേരുടെ ആഗ്രഹമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഒരുപാട് പേര് എഴുതുന്നുണ്ട്. പക്ഷെ ഇന്ന് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് നമുക്ക് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ കൂടെ ഇന്നുള്ളത് റോഷനാണ്. റോഷന്റെ കുറേ വിശേഷങ്ങളിലൂടെ യാത്ര ചെയ്യാണ്. സ്റ്റേ ട്യൂൺ ടു ചേതന FM 90.8.